2016 LDF സർക്കാർ അധികാരത്തിലേറുമ്പോൾ നമ്മുടെ കേരളത്തിലെ ക്ഷേമ പെൻഷൻ കടലാസിൽ 600 രൂപയായിരുന്നു. എന്തുകൊണ്ടാണ് കടലാസിൽ 600 രൂപ എന്ന് പറയുന്നത്? ഞങ്ങൾ അധികാരത്തിലേറി ആദ്യത്തെ മന്ത്രിസഭാ യോഗം ചേരാൻ ചെല്ലുകയാണ്. അപ്പോൾ ക്ഷേമ പെൻഷൻ കുടിശ്ശിക എത്രയുണ്ട് എന്ന് നോക്കി. 18 മാസത്തെ കുടിശ്ശിക. അപ്പോൾ ഞങ്ങൾ ആദ്യം എടുത്ത തീരുമാനം ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കുക. 2016 ആ 18 മാസത്തെ കുടിശ്ശികയും കൊടുത്തു തീർക്കാൻ തീരുമാനിച്ചു. പിന്നെ മെല്ലെ വർധനവ് തുടങ്ങി. ആ വർധനവ് എവിടം വരെ എത്തി? 1600 നിന്നു. എത്ര പേർക്ക്? 60 ലക്ഷം പേർക്ക്. അത് മാസം തോറും കൃത്യമായി കൊടുക്കുന്നതിന് വേണ്ടി കമ്പനി രൂപീകരിച്ചു. കൃത്യമായി ആ പെൻഷൻ കൊടുത്തു വന്നു. അപ്പോഴാണ് ഇന്ത്യ ഗവൺമെൻറ് അതിന് തടസ്സമായി മാറിയത്. ആ കമ്പനി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിൻ്റെ വായ്പയായി കണക്കാക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിൽ തടസ്സം വന്നു. അതോടൊപ്പം പലതരത്തിലുള്ള നിബന്ധനകൾ നമ്മുടെ സാമ്പത്തിക രംഗത്തെ ഞെരുക്കുന്ന, സാമ്പത്തികമായി സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്ന ഒട്ടേറെ നിബന്ധനകളുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നു. ഒരു സംസ്ഥാനം അതിൻ്റെ വരുമാനം കണ്ടെത്തുന്നത് സംസ്ഥാനത്തിൻ്റേതായ സ്വന്തം വരുമാനം കൊണ്ട് മാത്രമല്ല. സ്വന്തം വരുമാനത്തിൻ്റെ കാര്യം ഞാൻ പിന്നീട് പറയാം. അതിൽ അഭിമാനകരമായ വളർച്ചയാണ് നാം നേടിയിട്ടുള്ളത്. എന്നാൽ അതോടൊപ്പം നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കേണ്ടതുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് വിഹിതം നൽകേണ്ടതുണ്ട്. അതൊരു ഔദാര്യമല്ല, ഓരോ സംസ്ഥാനത്തിൻ്റെയും അവകാശമാണ്. നമുക്ക് അവകാശപ്പെട്ട വിഹിതം കേന്ദ്ര ഗവൺമെൻറ് തരാത്ത സമീപനമെടുത്തു. നമുക്ക് ഏതെല്ലാം തരത്തിൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നാണ് നോക്കിയത്. കേന്ദ്രവും സംസ്ഥാനവും കൂടി ചെലവിടുന്ന പദ്ധതികളുണ്ട്. അതിൽ സംസ്ഥാനം ആദ്യം ചെലവിടും. പക്ഷേ കേന്ദ്രം നൽകേണ്ട തുക കൃത്യമായി നൽകാത്ത അവസ്ഥയെടുത്തു. എല്ലാറ്റിലും സംസ്ഥാനത്തെ ഞെരുക്കുക എന്നതായിരുന്നു നയം. അതേ ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വായ്പയെടുക്കേണ്ടതുണ്ടായിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളും വായ്പയെടുക്കും. വായ്പയെടുക്കാൻ നിയതമായ മാനദണ്ഡമുണ്ട്. പക്ഷേ നമ്മുടെ കാര്യത്തിൽ ആ മാനദണ്ഡങ്ങളെല്ലാം ലംഘിക്കപ്പെട്ടു. നമുക്ക് വായ്പാ പരിധി ഏകപക്ഷീയമായി വെട്ടിക്കുറച്ചു. ഒരു കാരണം മാത്രം, നമ്മെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന വാശി, ഒരു പ്രത്യേക വിരോധം, ഒരു നാടിനോടും ജനങ്ങളോടും വെച്ച് പുലർത്താൻ പാടില്ലാത്ത വിരോധം കേന്ദ്ര ഗവൺമെൻറ് പുലർത്തുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി നാം വലിയ പ്രയാസത്തിലായി. ആ പ്രയാസമുള്ള ഘട്ടത്തിൽ ചില മാസങ്ങൾ ഈ പറഞ്ഞ പെൻഷൻ ഞങ്ങൾ എത്ര ആഗ്രഹിച്ചിട്ടും നൽകാൻ കഴിയാത്ത അവസ്ഥ വന്നു. പക്ഷേ പിന്നീട് നാം അത് തിരിച്ചു പിടിച്ചു. അത് അസംബ്ലിയിൽ തന്നെ വ്യക്തമാക്കി. കൃത്യമായി ഓരോ മാസവും പെൻഷൻ ഇപ്പോൾ നൽകി വരികയാണ്. അതിൻ്റെ ബാക്കിയായ ഗഡുക്കൾ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിവേഗതയിൽ തന്നെ പൂർണ്ണമാകുന്ന അവസ്ഥയിലാണ് കിടക്കുന്നത്. എല്ലാം കൃത്യമായി ഓരോ മാസവും നൽകണമെന്ന നിർബന്ധത്തിൽ തന്നെ കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇതോടൊപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, കേരളത്തിലെ നിസ്സഹായരായ ഒരു പറ്റം ജനങ്ങൾ, നമ്മുടെ കൂടെ ജീവിക്കുന്ന സഹോദരങ്ങൾ, അവർക്ക് വീടൊരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോകുന്നു. LDF ചർച്ച ചെയ്തു.
ആ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നുകൊണ്ട്. അങ്ങനെയാണ് ലൈഫ് പദ്ധതി LDF രൂപം കൊടുക്കുന്നത്. LDF സർക്കാർ അത് പ്രഖ്യാപിച്ചു. ആ ലൈഫ് പദ്ധതിയിലൂടെ ഇപ്പോൾ 4.5 ലക്ഷത്തിലധികം വീടുകൾ പൂർണ്ണമായി കഴിഞ്ഞു. അത്രയും വീടില്ല ആളുകൾ പാർക്കുകയാണിപ്പോൾ. ബാക്കിയുള്ള വീടുകൾ അതിവേഗം പൂർത്തീകരിക്കാൻ പോകുന്നു. ഇതാണ് അവസ്ഥ. നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ നല്ലൊരു ഭാഗം സ്വന്തം ഭൂമിയിൽ പട്ടയം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ കാര്യം LDF അതീവ പ്രാധാന്യത്തോടെയാണ് എടുത്തത്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് വെച്ച് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തോടെ 4 ലക്ഷത്തിലധികം പട്ടയം ഈ 9 വർഷം കൊണ്ട് കൊടുത്തു തീർത്തിരിക്കുന്നു. ഇതെല്ലാം ജനങ്ങളെ കണ്ടുകൊണ്ട് LDF സർക്കാർ സ്വീകരിച്ച നടപടികളാണ് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് എങ്ങനെയാണ് ഈ കാണുന്ന തരത്തിലുള്ള പല പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞത്? ഇന്ന് കേരളത്തിൽ എവിടെ നോക്കിയാലും വലിയ തോതിലുള്ള വികസന രൂപങ്ങൾ കാണാം. അതിനെല്ലാം ഇടയാക്കിയത് 2016 LDF അധികാരത്തിൽ വന്നപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടത്ര പണമില്ലാലോ എന്നതിനെക്കുറിച്ച് ആലോചിച്ചു. ആ പണം കണ്ടെത്തുന്നതിനായി ഒരു പുതിയ മാർഗം സ്വീകരിച്ചു. അങ്ങനെയാണ് ഒരു നിയമനിർമ്മാണത്തിലൂടെ നിലവിലുള്ള കിഫ്ബിയെ പുനർനിർമ്മിക്കുന്നത്. ആ നിയമമാറ്റത്തിലൂടെ കിഫ്ബി യാഥാർത്ഥ്യമാകുമ്പോൾ നാം ഉദ്ദേശിച്ചത് കിഫ്ബിയിലൂടെയൊരു ധനസ്രോതസ് ഉണ്ടാക്കി നാടിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണമെന്നുള്ളതാണ്. എന്നാൽ നിർഭാഗ്യകരമായ എതിർപ്പാണ് അതിന് നേരെ ഉയർന്നത്. വലിയ എതിർപ്പ്, വലിയ പരിഹാസം. എന്താണ് സംഭവിച്ചത്? കിഫ്ബി 2016 പറഞ്ഞു, ഗവൺമെൻറ് പറഞ്ഞു ഈ 5 വർഷം 50,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് നാട്ടിൽ ഏറ്റെടുക്കുക എന്ന്. 2021 ആയപ്പോൾ 50 അല്ല 62,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കിഫ്ബി മുഖേന ഏറ്റെടുക്കാൻ നമുക്കായത്. ഇപ്പോൾ അത് 90,000 കോടി രൂപയുടേതാണ്. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാമെന്നുള്ളതല്ലേ നില. നമ്മുടെ സ്കൂൾ കെട്ടിടങ്ങൾ, സ്കൂളിൽ വന്ന വികസനങ്ങൾ, നമ്മുടെ ആശുപത്രിയിൽ വന്ന മാറ്റങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ, നമ്മുടെ റോഡുകൾ, പാലങ്ങൾ, ഫ്ലൈ ഓവറുകൾ, ഓവർ ബ്രിഡ്ജുകൾ, വിവിധ പദ്ധതികളുടെ ഭാഗമായി വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, അങ്ങനെ വിവിധ പദ്ധതികളിലൂടെ കിഫ്ബി നമ്മുടെ 5,600 കോടി രൂപ നാഷണൽ ഹൈവേക്ക് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. ആ പണം കിഫ്ബിയിൽ നിന്ന് എടുത്തതാണ്. ഇങ്ങനെ എന്തെല്ലാം